ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ കിച്ചണിലേക്ക് വന്നാൽ ഫസ്റ്റ് ഇതായി ഒരു മണി പ്ലാന്റ് എടുത്തൊന്ന് വെള്ളം നനച്ചിട്ട് പുറത്തേക്ക് വെക്കും കേട്ടോ. ഞങ്ങളുടെ വിൻഡോയുടെ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ അകത്തെടുത്ത് വെക്കും കേട്ടോ. കാരണം ഇപ്പം നല്ല ചൂടാണല്ലോ, ഒരുപാട് നേരം പുറത്ത് വെച്ചാൽ പിന്നെ നശിച്ചു പോകുമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് എടുക്കും കേട്ടോ. അപ്പോൾ ഇനി മോൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് ഞാൻ കൊടുത്തു വിടുന്നത് പാസ്തയാണ് കേട്ടോ. അപ്പോൾ പാസ്ത ഞാൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ചു. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിലിടുമ്പോഴത്തേനും പാസ്ത ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് മാക്രോണി. അപ്പോഴത്തേനും ഇത് ഒട്ടിപ്പിടിക്കാറില്ല. അപ്പോഴത്തേനും മാക്രോണി എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം, വെള്ളം കളഞ്ഞെടുക്കണം. അപ്പം ഞാൻ സിങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതിങ്ങനെ വെള്ളം കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ കുക്ക് ചെയ്ത ഈ ഒരു മാക്രോണി നമ്മൾ നോർമൽ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കണം. അപ്പം ആദ്യം ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ മൈദ ഇടുവാണ് കേട്ടോ. അപ്പോൾ മൈദ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് മൈദ അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് എത്രത്തോളം സോസ് വേണം അതിനനുസരിച്ച് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്താൽ നല്ലപോലെ ഇളക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിക്കും. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത് റെഡ് ചില്ലി സോസാണ് കേട്ടോ. എരിവിനനുസരിച്ച് സോസൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മോനായതുകൊണ്ട് സ്കൂളിൽ കൊടുത്തു വിടാനില്ല, അധികം അങ്ങ് എരിയും ഒന്നും ആക്കുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ ചീസ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു സ്ലൈസ് ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ മൊസറല്ല ചീസ് അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ചേർക്കുന്നത്, അതും കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവാണോ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പും ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാക്രോണി അതിലോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് എൻ്റെ കയ്യിൽ ഒറിഗാനോ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടി കുറച്ച് സ്മെല്ലിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒറിഗാനോ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനും പാസ്ത റെഡിയായി. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പം ഞാൻ ഇന്നലെ മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ എടുത്തപ്പോഴത്തേനും അത്യാവശ്യം നല്ലപോലെ ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ചൂടും പുറത്തിപ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ട് നല്ലപോലെ മാവ് നല്ല പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ളത് വേറൊരു ബൗളിൽ എടുത്തിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ഉപ്പും സോഡയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ദോശയും ചട്നി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോനും രാവിലെ ദോശയൊക്കെ ആണെങ്കിൽ കഴിക്കും. അവന് വൈറ്റ് ചട്നിയാണ് ഇഷ്ടം, വെള്ളച്ചമ്മന്തിയാണ് ഇഷ്ടം. അപ്പം അതും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ദോശ ആക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്കും കൂടി ഉള്ളത് അങ്ങ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് മിക്കാക്കും കൂടി ഉള്ളത് ഇപ്പം തന്നെ അങ്ങ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ മോനെ വീട്ടിട്ട് പിന്നെ വന്ന് ഉണ്ടാക്കലാണ് പതിവ്. അപ്പോൾ പിന്നെ ഞാൻ ചട്നിയും കൂടി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വൈറ്റ് ചട്നിയാണ്, നോർമൽ നമ്മൾ തേങ്ങയും പിന്നെ കുറച്ച് ഉള്ളിയും മുളക് പിന്നെ ഒരു പുട്ടുകടലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആ സമയത്ത്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് ഒന്ന് കടുക് കൂടി വറുത്ത് ഒഴിക്കണം, താളിക്കണം. സാധാരണ ഞങ്ങൾ ചമ്മന്തി പോലെ അരച്ചെടുക്കാനാണ് പതിവ്. പിന്നെ കുറച്ച് കറിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സൈഡിൽ ദോശയും റെഡിയാവുന്നുണ്ട്, ചമ്മന്തിയും റെഡിയാവുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയായി. ഇനി ഇതാ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം. അപ്പോൾ പാസ്ത ഇതാ മോൻ്റെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് നട്ട്സും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ സ്നാക്സിന് ഇന്ന് ഫ്രൂട്ടാണ്, ആപ്പിളാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. തൊലി ഉണ്ടെങ്കിൽ അവൻ കഴിക്കില്ല കേട്ടോ, തൊണ്ടയിൽ കുരുങ്ങുമെന്ന് പറഞ്ഞ് അത് കഴിക്കാതെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ എന്താ തൊലി കളഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഒരു 3-4 പീസ് ആപ്പിൾ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം എടുത്ത് മോൻ്റെ ബാഗിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ മോന് 2 ബ്രേക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്കിനാണ് ജ്യൂസും ഒരു ആപ്പിളും വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ജ്യൂസ് മസ്റ്റാണ്, ജ്യൂസ് കൊണ്ടുപോകണം. ഒന്നുകിൽ ഇങ്ങനെ പാക്ഡ് ആയിട്ടുള്ള ജ്യൂസ്, ഇല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുത്തു വിടണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതൊക്കെ കൊണ്ടുവന്ന് മോൻ്റെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബാഗും എല്ലാം എന്താ ബാഗിലോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ മോനെ കുറച്ച് നേരം പഠിക്കാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവന് ഇന്നൊരു ഡിക്റ്റേഷൻ ഉണ്ടായിരുന്നു. ശരിക്കും അത് ഞാൻ വിട്ടുപോയി കേട്ടോ. രാവിലെയാണ് മെയിൽ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മോനെ അവിടെ ഇരുത്തി അതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുത്തു. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോനെ റെഡിയാക്കി ഇതാ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാനും റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ മോനെ ആക്കാനായിട്ട് താഴോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.